ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1993. ഇന്ന് ജൂൺ മാസം 15-ാം തീയതി 166-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. നമ്മൾ എല്ലാവരും എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്, ആകേണ്ടവരാണ്, ആകാൻ വിളിക്കപ്പെട്ടവരാണ്. ആയിട്ടുണ്ടോ എന്നും അതെന്തുമാത്രം ആയിട്ടുണ്ടെന്നും ആ വിളി കേട്ടിട്ടുണ്ടോ, തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി നേരം കണ്ടെത്തി ചിന്തിക്കാവുന്നതാണ്. എന്തുമാത്രം ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തും കാലത്തും ജീവിക്കേണ്ടി വരുമ്പോൾ, അല്ല, അത് നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തിൻ്റെ കുഴപ്പം മാത്രമല്ല, നമ്മുടെ കർത്താവും ജീവിച്ച കാലത്ത് അത്തരം വിളികളുണ്ടായിരുന്നു, പ്രലോഭനങ്ങളുണ്ടായിരുന്നു, വീഴ്ചകളുണ്ടായിരുന്നു, താഴ്ചകളും തളർച്ചകളും തകർച്ചകളും ഉണ്ടായിരുന്നു. എന്നാലും അവയെ മറികടന്നു പോകാനായിട്ട് എക്കാലവും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്താവിൻ്റെ നല്ല വിളിക്കപ്പെട്ടവരും ഉത്തമ ശിഷ്യരുമായി മാറാനായിട്ട് കുറെ കൂടി ജാഗ്രത സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരും പുലർത്തിയേ മതിയാവും. വരും ദിനങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ഓർത്തു പോകാവുന്നതാണ്. 12 അപ്പോസ്തലന്മാരുടെ ആ പ്രധാന സമൂഹത്തെ, അവരോട് ചേർന്ന് പരിശുദ്ധ സഭ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ, അങ്ങനെ ഒരു 13 അംഗ സംഘത്തെ നമുക്കൊന്നും കൂടി ഒന്ന് വ്യക്തിപരമായിട്ട് കണ്ടും പരിചയപ്പെട്ടും പോകാവുന്നതാണ് ഈ ദിനങ്ങളിൽ. ജൂൺ മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ശ്ലീഹാ നോമ്പിന്റെ സമാപനവും പരിശുദ്ധന്മാരായ ശ്ലീഹന്മാരുടെ തലവനായ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ഓർമ്മ പെരുന്നാളും 12 ശ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളും ഒക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട്. വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധവും ബോധ്യവും എപ്പോഴോ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുമുണ്ട്. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തേ മതിയാവും. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അത് ഓരോരുത്തരും അവനവന്റെ അവശേഷിക്കുന്ന ജീവിതത്തിന്റെ നാളുകൾ കൊണ്ട് സ്വയം ബോധ്യപ്പെടേണ്ടതും എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരെ പൊതുവായിട്ട് ഓർക്കുമ്പോൾ ഇത്രയും ബലഹീനരും ഇത്രത്തോളം കുറവുള്ളവരുമായ മനുഷ്യർ, സമർത്ഥന്മാരെയും മിടുക്കരെയും ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താനും കൂടെ കൂട്ടിച്ചേർക്കാനും പറ്റിയില്ലേ. ഓരോരുത്തരെയും എടുത്താൽ അങ്ങനെ ചില അന്തിമ നിഗമനങ്ങളിലെത്താനായിട്ട് നമ്മളും പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്. കുറവുകൾക്കൊക്കെ അപ്പുറത്ത് തമ്പുരാൻ കാണുന്ന എന്തൊക്കെയോ, നൽകുന്ന എന്തൊക്കെയോ കുറവുകളുടെ ഒരു പൂർണ്ണതയുണ്ട്. ശ്ലീഹന്മാരുടെ വിലയേറിയ മധ്യസ്ഥതയിൽ കടന്നുവരുന്ന ദിവസങ്ങളിൽ നമുക്കൊന്ന് അഭയപ്പെടാം, പ്രാർത്ഥിക്കാം. അവർ കടന്നുപോയ പാതകളെ ഒന്ന് ഓർത്തെടുക്കാം, പറ്റാവുന്നത്രയും ആത്മാർത്ഥമായി ഒന്ന് പിന്തുടരുകയും ചെയ്യാം. ആമേൻ.